ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കോൺസെപ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ്, പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കോൺസെപ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള ഇൻസേർഷൻ ഡെലീഷൻ ഓപ്പറേഷൻസ് ആൻഡ് സി ലാംഗ്വേജ് വെച്ചിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ബിഫോർ ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെയും അറേയുടെയും ഡിഫറൻസ് മനസ്സിലാക്കണം. ലിങ്ക്ഡ് ലിസ്റ്റും ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്, അറേയും ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ് സി ലാംഗ്വേജിൽ. ബട്ട് ഇത് രണ്ടിനുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അറേയിൽ നമ്മൾ കണ്ടിന്യൂസ് ലൊക്കേഷൻസിലാണ് ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻറ്റീജർ അറേ എടുക്കുകയാണെങ്കിൽ ഇൻറ്റീജർ വാല്യൂസിന് ഓരോ വാല്യൂക്കും 4 ബൈറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അറേയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1000 ലൊക്കേഷനിലാണ് ഉള്ളതെങ്കിൽ അടുത്ത എലമെൻറ്റ് 1004-ലായിരിക്കും, അടുത്ത എലമെൻറ്റ് 1008-ലായിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും അറേ എലമെൻറ്റ്സ് എല്ലാം സ്റ്റോറായി വയ്ക്കുന്നത്. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെയില്ല. എവിടെയൊക്കെയാണോ നമുക്ക് ഫ്രീ മെമ്മറി ഉള്ളത് അവിടെയെല്ലാം നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യും. ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ നോഡ്സ് എന്നാണ് പറയുന്നത്. നോഡായിട്ടാണ് നമ്മൾ എലമെൻറ്റ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് നോഡിൽ 2 ടൈപ്പ് ഓഫ് പാർട്സ് ഉണ്ട്, അതൊക്കെ നോക്കാം. പിന്നെ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറേ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അറേ ഡിക്ലെയർ ചെയ്യും. ഡിക്ലെയർ ചെയ്യുന്നതാണ് അറേയുടെ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഇൻറ്റീജറാണ് എടുക്കുന്നത്. ഇൻറ്റ് അറേയുടെ നെയിം, പിന്നെ അതിൻ്റെ മാക്സിമം സൈസ്, സെമിക്കോളൻ. ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മെയിൻ ഫംഗ്ഷനിൽ ആദ്യം ചെയ്യുന്നത് അറേ ഡിക്ലറേഷനാണ്. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ ഇൻറ്റീജർ വാല്യൂ 30 എലമെൻറ്റ്സിനുള്ള മെമ്മറി നമുക്ക് അലോക്കേറ്റായി കിട്ടും. 30 ഇൻറ്റീജർ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള അറേ നമുക്ക് അലോക്കേറ്റായി കിട്ടും. അപ്പോൾ ഓരോ ഇൻറ്റീജർ വാല്യൂക്കും 4 ബൈറ്റ്സാണ് എടുക്കുന്നത്. അപ്പോൾ 30 ചെയ്യുമ്പോൾ 120 ബൈറ്റ്സ് ഓഫ് മെമ്മറി നമുക്ക് ഈ ഒരു അറേക്ക് വേണ്ടി അലോക്കേറ്റായി കിട്ടും. പക്ഷേ നമ്മൾ ഈ 30യും യൂസ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ 5 എലമെൻറ്റ്സേ യൂസ് ചെയ്യത്തുള്ളൂ, ചിലപ്പോൾ 10 വരെ യൂസ് ചെയ്യത്തുള്ളൂ. മാക്സിമം നമ്പർ ഓഫ് അറേ എലമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ മെമ്മറി വേസ്റ്റേജ് ആവും. ബട്ട് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ആദ്യമേ ഇങ്ങനെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സൈസ് ഒന്നും സ്പെസിഫൈ ചെയ്ത് കൊടുക്കത്തില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ ഇതായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ മെമ്മറി വേസ്റ്റേജ് ആവത്തില്ല, അറേയിലും മെമ്മറി വേസ്റ്റേജ് ആവും. ഇതൊക്കെയാണ് രണ്ടിൻ്റെയും മെയിൻ ഡിഫറൻസ്. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള പാർട്സ് എന്തൊക്കെയാണ്, അതിലെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറയാം. നമ്മൾ അറേ എലമെൻറ്റ്സിൽ ഇങ്ങനെ അറേ ആയിട്ടാണ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ് എലമെൻറ്റെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ഓരോ നോഡ്സ് ആയിട്ടാണ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓരോ നോഡിലും 2 പാർട്ടാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു നോഡായിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൽ 2 പാർട്ടുണ്ട്. ഇതിൽ ഒരു പാർട്ടെന്ന് പറയുന്നത് നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 5 ആണെങ്കിൽ 5 സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തുള്ള പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ലിസ്റ്റിൽ അടുത്തുള്ള എലമെൻറ്റ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ബിക്കോസ് ലിങ്ക്ഡ് ലിസ്റ്റിൽ കണ്ടിന്യൂസ് ലൊക്കേഷനിലല്ല നമ്മൾ എലമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, റാൻഡം ആയിട്ടുള്ള ലൊക്കേഷൻസിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത എലമെൻറ്റ് എവിടെയാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നെക്സ്റ്റ് പാർട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ സ്റ്റോർ ആകുന്നത്. ഇപ്പോൾ 2 പാർട്ടാണുള്ളത്, ഡേറ്റ പാർട്ട് പിന്നെ നെക്സ്റ്റ് പാർട്ട്. നെക്സ്റ്റ് പാർട്ടിൽ ലിസ്റ്റിലുള്ള അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കാണും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലുള്ള എലമെൻറ്റ്സ് ആണ് 5, 6 ആൻഡ് 8. ഇതിൽ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞാലേ. ഈ 5 സ്റ്റോർ ആയിട്ടുള്ളത് 100 മെമ്മറി ലൊക്കേഷൻ 100-ലാണ്. പിന്നെ 6 സ്റ്റോർ ആയിട്ടുള്ളത് മെമ്മറി ലൊക്കേഷൻ 200-ൽ. ആൻഡ് 8 സ്റ്റോർ ആയിട്ടുള്ളത് മെമ്മറി ലൊക്കേഷൻ 500-ൽ. ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട്. സെക്കൻഡ് എലമെൻറ്റ് 200th പൊസിഷനിലാണുള്ളത്. അപ്പോൾ ഈ 200 നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 6ൻ്റെ ഡേറ്റ പാർട്ടിൽ അത് കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. 8 ഉള്ളത് ലൊക്കേഷൻ 500-ലാണ്. അപ്പോൾ 6ൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ 500 ആണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇടയ്ക്കും ഒരു ലിങ്ക് ഇങ്ങനെ ക്രിയേറ്റ് ആവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എലമെൻറ്റ്സ് എല്ലാം ആക്സസ് ചെയ്യുന്നത്. ഈ കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുന്നേ പോയിൻ്ററിൻ്റെ ഒരു കോൺസെപ്റ്റും പഠിക്കണം. പോയിൻ്റർ ഒരു ഡേറ്റ ടൈപ്പാണ്. നമ്മൾ സി പ്രോഗ്രാമിലൊക്കെ യൂസ് ചെയ്യും പോയിൻ്റർ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇൻറ്റ് എ എടുത്താൽ, ഇൻറ്റ് എ ഡിക്ലെയർ ചെയ്താൽ ഈ എയിൽ നമുക്കൊരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഫ്ലോട്ട് ബി എടുത്താൽ ഈ ബിയിൽ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെയാണ് പോയിൻ്ററും. പോയിൻ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. സ്റ്റാർ എ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്.
പോയിൻ്ററിൽ യൂഷ്വലി നമ്മൾ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റാർ പി ഈസ് ഈക്വൽ ടു ആംപ്രസൻറ്റ് എ എന്ന് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻറ്റ് എ എന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കാണും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എക്ക് കിട്ടിയിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ 200 ആണെന്ന് വെച്ചോ. നമ്മളിങ്ങനെ സ്റ്റാർ പി ഈക്വൽ ടു ആംപ്രസൻറ്റ് എ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ പിയിൽ നമുക്ക് സ്റ്റോറായി കിട്ടുന്നത് 200 എന്നൊരു വാല്യൂ ആയിരിക്കും. എൻ്റെ അഡ്രസ്സ് ആയിരിക്കും പിയിൽ സ്റ്റോറായി കിട്ടുന്നത്. അപ്പോൾ പോയിൻ്റർ ഇത്രയേ ഉള്ളൂ. പോയിൻ്റർ വെച്ചിട്ട് നമ്മൾ ഒരു എലമെൻറ്റ് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിലൊക്കെ പോയിൻ്ററിൻ്റെ കോൺസെപ്റ്റാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ സ്ട്രക്ചർ ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉള്ള എലമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള എലമെൻറ്റ്സ് നമ്മൾ നോട്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓരോ നോട്ട്സിലും ഒരു ഡേറ്റ പാർട്ടും കാണും, പിന്നെ നെക്സ്റ്റ് പാർട്ടും കാണും. നെക്സ്റ്റിൽ നമ്മൾ പോയിൻ്ററാണ് കൊടുക്കുന്നത്. നെക്സ്റ്റിൽ നമ്മൾ അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പോയിൻ്റർ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഡേറ്റ, അടുത്ത സൈഡ് നമ്മൾ പോയിൻ്ററാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു നോഡിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഡേറ്റാസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ ഡേറ്റ ടൈപ്പിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉള്ള എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ആണ് സ്ട്രക്ചറിൻ്റെ പേര് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ നോഡ് എന്നാണ് കൊടുക്കുന്നത്, സ്ട്രക്ചർ നോഡ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാം ഡിക്ലെയർ ചെയ്യണം. ആദ്യം നമുക്ക് ഒരു ഡേറ്റ പാർട്ട് വേണം. പിന്നെ ഈ ഡേറ്റ പാർട്സിലൊക്കെ നമ്മൾ മാക്സിമം ഇൻറ്റീജേഴ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇൻറ്റ് ഡേറ്റ ടൈപ്പ് തന്നെ കൊടുക്കാം. ഇൻറ്റ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റ ആണ്. നിങ്ങൾക്ക് ഇൻറ്റ് എക്സ് കൊടുക്കാം, ഐറ്റം കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. നെയിമിങ് നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഡേറ്റ ആണ് കൊടുക്കുന്നത്, ഇൻറ്റ് ഡേറ്റ. പിന്നെ അടുത്ത പാർട്ടിലുള്ളത് ഒരു പോയിൻ്ററാണ്. നെക്സ്റ്റ് എന്താണ് ആ പോയിൻ്ററിന് നെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിൻ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ സ്ട്രക്റ്റ് പിന്നെ അതിൻ്റെ നെയിം എന്താണോ അത് കൊടുത്തിട്ട് പിന്നെ സ്റ്റാർ പോയിൻ്റർ നെയിം ഇങ്ങനെ വേണം പോയിൻ്റർ ഡിക്ലെയർ ചെയ്യാൻ. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ചെയ്യാം. ഇത് സ്ട്രക്ചർ ക്ലോസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു സെമിക്കോളനും കൂടി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോഡ് ക്രിയേറ്റ് ആയി കിട്ടും. ആ നോഡിൽ 2 പാർട്ട് കാണും. ഇത് ഡേറ്റ പാർട്ട്, അത് ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കും. ആൻഡ് ഇത് നെക്സ്റ്റ് പാർട്ട്, അത് ഒരു പോയിൻ്റർ ആയിരിക്കും. ഇതിൽ നമ്മൾ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കൊടുത്താൽ നമുക്ക് ഇത് ക്രിയേറ്റ് ആയി കിട്ടും. ഒരു നോഡ് ക്രിയേറ്റ് ആയി കിട്ടും. ഒരു നോഡ് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ എലമെൻറ്റ് വെച്ചിട്ടില്ല, ഇതിൻ്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ബോക്സ് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നോഡ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒരു സ്ട്രക്ചറിൻ്റെ ഒരു നോഡ് മാത്രമാണ്, ഒരു ബോഡി മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു നോഡ്, അതിൽ എന്തൊക്കെ പാർട്സ് വേണം, അതിലെന്തൊക്കെ വേണം, അത് മാത്രമാണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ന്യൂ നോഡ് എന്നൊരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യണം. ഇത് ന്യൂ നോഡ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കൺവീൻസ്ഡ് ആയിട്ടുള്ള ഒരു പേര് ഇതിൽ കൊടുക്കാം. ഞാൻ ന്യൂ നോഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്ട്രക്ചർ കീവേഡ് വേണം, പിന്നെ സ്ട്രക്ചറിൻ്റെ നെയിം വേണം, അതിൻ്റെ അടുത്ത് സ്റ്റാർ നമ്മളുടെ പോയിൻ്ററിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ന്യൂ നോഡ് എന്നൊരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് പോയിൻ്റർ മാത്രമാണ്, ജസ്റ്റ് ഒരു പോയിൻ്റർ മാത്രമാണ്. ആൻഡ് ഈ പോയിൻ്ററിനുള്ള കണ്ടൻറ്റ് പിന്നെ അതിൻ്റെ മെമ്മറി ലൊക്കേഷനൊക്കെയാണ് അടുത്ത ലൈനിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ന്യൂ നോഡ് എന്ന ഒരു പോയിൻ്റർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ആ ന്യൂ നോഡിനെ ഈ ഒരു സ്ട്രക്ചർ നോഡിൻ്റെ ഫോർമാറ്റിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിനാവശ്യമുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നടക്കുന്നത്. ന്യൂ നോഡ് ഈക്വൽ ടു സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ. ഇത് ആക്ച്വലി ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ന്യൂ നോഡ് ജസ്റ്റ് ഒരു പോയിൻ്റർ മാത്രമാണ്, ഒരു അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ മാത്രമാണ്. ഈ പോയിൻ്ററിനെ നമ്മൾ ആക്ച്വലി ഈ സ്ട്രക്ചർ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതാണ് സ്ട്രക്ചർ നോഡ് സ്റ്റാർ. ഇതിൻ്റെ പേര് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ഇനി എംഅലോക്ക് യൂസ് ചെയ്യുന്നത് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മെമ്മറി അലോക്കേഷനുള്ള കണ്ടീഷനാണ് സൈസ് ഓഫ് സ്ട്രക്ചർ നോഡ് ഇതാണ്. അപ്പോൾ ഇതിനുള്ള സൈസ് ഏതാണോ ആ ഒരു സൈസാണ് നമ്മൾ ന്യൂ നോഡിനും കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടോ അതെല്ലാം തന്നെ നമുക്ക് ന്യൂ നോഡിൽ കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരു ന്യൂ നോഡ് കാണും. ആ ന്യൂ നോഡിൽ 2 പാർട്സ് കാണും, ഡേറ്റ പാർട്ട് പിന്നെ നെക്സ്റ്റ് പാർട്ട്. ഇങ്ങനെ 2 പാർട്ട് നമുക്ക്
കിട്ടും. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ടൈം നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ആൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടൈമും ഓരോ ന്യൂ നോഡ് കിട്ടും. ആൻഡ് ഈ ന്യൂ നോഡിലാണ് നമ്മൾ ബാക്കി ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. സോ ഇനി ഇതിൽ ഇൻസേർഷൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇൻസേർഷൻ 3 കേസസ് ആണുള്ളത്. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, ഇൻസേർഷൻ അറ്റ് എൻഡ്, പിന്നെ ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ. പിന്നെ ഇതേപോലെയാണ് ഡെലീഷനിലും 3 കേസസ് ഉണ്ട്. ഡെലീഷൻ അറ്റ് ബിഗിനിങ്, ഡെലീഷൻ അറ്റ് എൻഡ് ആൻഡ് ഡെലീഷൻ അറ്റ് എനി പൊസിഷൻ. ഇങ്ങനെ മൊത്തം 6 കേസസ് ആണ് ഉള്ളത്. ആൻഡ് പിന്നെ ഇതിൽ അത് കൂടാതെ സെർച്ചിങ്ങും വേണം, ഡിസ്പ്ലേ വേണം. ഇതെല്ലാം പഠിച്ചു വെക്കണം. ലാബ് എക്സാമിന് ഇതെല്ലാം ഒരുമിച്ച് ചോദിക്കത്തില്ല. മേ ബി ഇതിൽ ഇൻസേർഷൻ മാത്രം ചോദിക്കും, ചിലപ്പോൾ ഡിലീഷൻ മാത്രം ചോദിക്കും, അങ്ങനെ ആയിരിക്കും. ഇത് ഫുള്ള് ഒറ്റ ഇതിൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇത് ഒരു എക്സാമ്പിൾ ലിങ്ക്ഡ് ലിസ്റ്റാണ്. ഇതിൽ 3 നോട്ട്സ് ആണുള്ളത്. പിന്നെ ഓരോന്ന് നെക്സ്റ്റ് എലമെൻറ്റുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഫസ്റ്റ് ഉള്ള എലമെൻറ്റിന് നമ്മൾ ഹെഡ് എലമെൻ്റ് എന്ന് പറയും. ഏറ്റവും ടോപ്പിലുള്ള എലമെൻറ്റിന് ഹെഡ് എന്ന് പറയും. ഓക്കെ, ഇനി എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് കേസാണ് ഇൻസേർട്ട് അറ്റ് ബിഗിനിങ്. ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് എന്ന് ചെയ്യുമ്പോൾ നമ്മളൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ന്യൂ നോഡിനെ ഈ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ കറൻ്റ്ലി ഹെഡ് ഏതാണോ അതിൻ്റെ അഡ്രസ്സ് എടുത്ത് കൊടുക്കണം. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ലിസ്റ്റിൻ്റെ ഹെഡ് ഇതാണ് ഹെഡ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്. പുതിയതായിട്ട് ഒരു എലമെൻറ്റ് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ഇവിടെ ആയിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. അതിന് ഇങ്ങനെ ഒരു കണക്ഷൻ വേണം. അങ്ങനെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ അഡ്രസ്സ് എടുത്ത് വെക്കണം. 200 ഇവിടെ എടുത്ത് വെക്കണം. അപ്പോൾ ഇതിനൊരു റിലേഷൻ ലിങ്ക് ക്രിയേറ്റ് ആവും. എന്നിട്ട് ഈ ഹെഡിനെ മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവരണം. ഇതാണ് നമ്മൾ ബിഗിനിങ്ങിൽ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ സ്ട്രക്റ്റ് നോഡ്, ന്യൂ നോഡ്, അങ്ങനെ കൊടുത്ത് ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ന്യൂ നോഡാണ്. നമ്മളൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടില്ലേ അതിൽ ഡേറ്റ ആദ്യം സ്റ്റോർ ചെയ്യണം. ലൈക്ക് നമ്മൾ പോയിൻ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ ന്യൂ നോഡ് ഗീവ്സ് ഈ ഒരു ആരോ ആണ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു യൂസ് ചെയ്യത്തില്ല, ഈ ഒരു ആരോ മാർക്കാണ് യൂസ് ചെയ്യുന്നത്. ന്യൂ നോഡ് ആരോ ഡേറ്റ ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. എക്സിൽ എന്തെങ്കിലും വാല്യൂസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 എന്ന് കൊടുക്കാം. അപ്പോൾ ന്യൂ നോഡ് ഈ ഒരു ആരോ മാർക്ക് ഡേറ്റ എന്ന് പറയുമ്പോൾ ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ നമ്മൾ 5 സ്റ്റോർ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ 5 സ്റ്റോർ ചെയ്തു. ഇനി ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടില്ലേ അത് ആദ്യം ന്യൂ നോഡ് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നൽ. ആദ്യം തന്നെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി വയ്ക്കണം. മീനിങ് ഇതിന് വേറെ കണക്ഷനൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ വെച്ചു. ഇനിയാണ് ഈ ന്യൂ നോഡിനെ എടുത്ത് ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആഡ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കൊടുക്കേണ്ട അഡ്രസ്സ് ഹെഡിലുണ്ട്. ബിക്കോസ് ന്യൂ നോഡിൻ്റെ ബിഗിനിങ്ങിൽ കൊടുക്കുമ്പോൾ ഹെഡിൻ്റെയും ഫ്രണ്ടിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഹെഡിൽ ഇപ്പോൾ ഉള്ള വാല്യൂ 200 ആണ്. ഈ 200 ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ പോവും. അപ്പോൾ ന്യൂ നോഡിനും ഇതിനും ഇങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ഹെഡിനെ എടുത്ത് ന്യൂ നോഡിലോട്ട് മാറ്റണം. അപ്പോൾ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ എലമെൻറ്റിനെ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ആഡ് ആക്കുമ്പോൾ ആദ്യം ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റ പാർട്ടിൽ ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം. നെക്സ്റ്റ് പാർട്ട് ആദ്യം നല്ലാക്കി വെക്കണം. എന്നിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടില്ലേ അതിൽ ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കണം. അപ്പോൾ ഹെഡിൽ ഏത് അഡ്രസ്സാണോ ഉള്ളത് അത് ഇവിടെ വന്ന് സ്റ്റോർ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ആയി. ഇനി ഹെഡിനെ എടുത്ത് ന്യൂ നോഡിലോട്ട് മാറ്റണം. ഇങ്ങനെയാണ് ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്ങിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയ കേസിൽ ഓൾറെഡി 2-3 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിനെ ഇൻസേർട്ടാക്കി. ഇനി ഇതിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. ലൈക്ക് ഇപ്പോൾ നമ്മളുടെ ലിങ്ക് ലിസ്റ്റിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. ആ കേസിൽ നമ്മൾ ബിഗിനിങ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ ലിങ്ക്ഡ് ലിസ്റ്റ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് എം ടി ആണോ എന്നാണ്. എം ടി ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്, പിന്നെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു നൽ. അപ്പോൾ നമ്മൾ ഒരു ഇൻസേർഷൻ ചെയ്യുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ലിസ്റ്റ് എം ടി ആണോ എന്നാണ്. എം ടി ആണെങ്കിൽ ഹെഡ് നല്ലായിരിക്കും.
ഹെഡ് ഈക്വൽ ടു നല്ലാണെങ്കിൽ ആ ഒരു ലിസ്റ്റ് എം ടി ആണ്. ആ ഒരു കേസിൽ ഹെഡിനെ ന്യൂ നോഡാക്കണം, എന്നിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കിയാൽ മതി. പിന്നെ അതിൽ എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൽസ് പാർട്ടിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇത് ചെയ്യേണ്ടത്. ഓവർ. ഇനി അടുത്ത കേസാണ് ഇൻസേർഷൻ അറ്റ് എൻഡ്. ഇൻസേർഷൻ അറ്റ് എൻഡ് ചെയ്യുമ്പോഴും ആദ്യം ആ ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് ഹെഡ് ഈക്വൽ ടു നൽ. ഹെഡ് ഈക്വൽ ടു നല്ലാണെങ്കിൽ അത് എം ടി ആയിരിക്കും. ആ കേസിൽ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് കൊടുക്കണം, എന്നിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഈക്വൽ ടു നൽ, ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഈക്വൽ ടു നൽ എന്ന് കൊടുത്താൽ മതി. അല്ലാത്ത കേസിൽ എൽസ് കേസ് ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു 2, 3 അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണും. ഈ ഒരു ലിസ്റ്റിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണും. ഈ ഒരു കേസ് എടുക്കാം. ഈ ഒരു കേസിൽ നമുക്ക് ഓൾറെഡി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് എം ടി അല്ല, ഇതിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ നമ്മൾ ആഡ് ആക്കുമ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് കൊണ്ടുവരണം, ആൻഡ് അതിനും ഈ ലാസ്റ്റ് എലമെൻറ്റിനും കണക്ഷൻ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ എൻഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കണം. ഇങ്ങനെയാണ് എൻഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്കിതിൽ ഹെഡ് മാത്രമാണ് ഉള്ളത്. ഹെഡ് ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളതിന് പോയിൻ്റ് ചെയ്യാൻ വേറെ പോയിൻറ്റേഴ്സൊന്നും ഇല്ല. നമുക്ക് ഹെഡ് മാത്രമാണുള്ളത്. ബട്ട് നമ്മൾ ഇതുവരെ ട്രാവേഴ്സ് ചെയ്ത് പോകണം. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഒരു പോയിൻ്ററും കൂടി യൂസ് ചെയ്യും. ടെമ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെമ്പററി പോയിൻ്ററും കൂടി യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിൻ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരെ ട്രാവേഴ്സ് ചെയ്ത് വരണം. ലൈക്ക് ഫസ്റ്റ് ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കണം. ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കുമ്പോൾ ഹെഡും ഈ ഒരു നോഡാണ് പോയിൻ്റ് ചെയ്യുന്നത്, ആൻഡ് ടെമ്പും ഈ ഒരു നോഡായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഇനി വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ട്രാവൽസ് ചെയ്യാൻ പോകുന്നത്. വൈൽ ടെമ്പ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൽ, ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. വൈൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് നല്ലാവുന്നത് വരെ നമ്മൾ ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ടൈമും ടെമ്പിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയി പോകും. ലൈക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ടെമ്പ് ഇവിടെയാണുള്ളത്. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഇതാണ്. ടെമ്പിൻ്റെ നെക്സ്റ്റിൽ ഇപ്പോൾ ഒരു അഡ്രസ്സ് ഉണ്ട്, 100 ആണോ ഉള്ളത്, അത് എം ടി അല്ല. അപ്പോൾ നമ്മൾ ടെമ്പിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ടെമ്പ് ഇവിടെ വരും. ആൻഡ് ഇവിടെ വന്നിട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റ് നല്ലാണോ എന്ന് ചെക്ക് ചെയ്യും. ഇത് നല്ലല്ല, ഇവിടെ 200 ഉണ്ട്. അപ്പോൾ വീണ്ടും ടെമ്പിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയി ടെമ്പ് ഇവിടെ വരും. ഇനി എന്നിട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കും. നെക്സ്റ്റ് പാർട്ട് ഇവിടെ നല്ലാണ്. അപ്പോൾ ടെമ്പ് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും. ഇപ്പോൾ നമുക്ക് ടെമ്പ് കറൻ്റ്ലി ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലാണ് നമ്മൾ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടെമ്പില്ലേ, ടെമ്പാണ് ഇപ്പോൾ ഇതിനെ പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ. അപ്പോൾ ടെമ്പ് വെച്ചിട്ട് നമുക്ക് ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ടെമ്പിനും ന്യൂ നോഡിനും ഇങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ആവും. എന്നിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കണം. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു നൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എൻഡിൽ ഇൻസേർട്ടായി കിട്ടും. ഇനിയുള്ള അടുത്ത കേസാണ് ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ. ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ എന്ന് പറയുമ്പോൾ യൂസർ പറയുന്ന ഒരു പൊസിഷനിലോട്ട് നമ്മൾ ആഡ് ആക്കണം. അപ്പോൾ ആദ്യം ലിസ്റ്റ് എം ടി ആണോ എന്ന് നോക്കണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ലിസ്റ്റ് എം ടി, സോ ഇത് ഫസ്റ്റ് പൊസിഷനിലാണ് ഇൻസേർട്ട് അയക്കുന്നത് എന്നൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു നല്ലായിരിക്കും. ആ കേസിൽ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് കൊടുക്കണം. എന്നിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി കൊടുക്കണം. ഇതാണ് ലിസ്റ്റ് എം ടി ആയിരിക്കും. അപ്പോൾ ലിസ്റ്റ് എം ടി ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ലിസ്റ്റ് എം ടി അല്ലാത്ത കേസിൽ, ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് എം ടി അല്ല, ഇതിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു കേസിൽ യൂസർ പറയുന്ന പൊസിഷനിൽ നമ്മൾ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ യൂസർ ഇപ്പോൾ 2 ആണ് പറയുന്നതെങ്കിൽ ഇതിനും നടുക്കായിട്ട് നമ്മൾ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ പുതിയ ലിങ്ക്ഡ് ലിസ്റ്റ് ഇങ്ങനെയാവും. അപ്പോൾ യൂസർ സെക്കൻഡ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മളിതിനെ സെക്കൻഡ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്തു. ഇതാണ് ന്യൂ നോഡ്. നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ന്യൂ ലിസ്റ്റ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ എങ്ങനെ യൂസർ പറയുന്ന പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം എന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ലിസ്റ്റ്. ഇതിൽ തേർഡ് പൊസിഷനിലാണ് നമ്മൾ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. തേർഡ് പൊസിഷൻ മീനിങ് ഇതിൻ്റെയും നടുക്കായിട്ട് ഇവിടെയാണ് നമ്മൾ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫ്രം ദ യൂസേഴ്സ് പൊസിഷൻ ഇൻപുട്ട് ചെയ്യണം. യൂസർ ഇപ്പോൾ ഇൻപുട്ട് ചെയ്യുന്നത് 3 ആണെന്ന് വെച്ചോ. അപ്പോൾ ന്യൂ നോഡിനെ ഈ ഒരു പൊസിഷനിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഒരു പോയിൻ്ററേ ഉള്ളൂ, ഹെഡ് എന്ന ഒരു പോയിൻ്ററേ ഉള്ളൂ. ഇതിനെ മാത്രമാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് 2 പോയിൻ്ററിൻ്റെ കോൺസെപ്റ്റും കൂടി യൂസ് ചെയ്യാം. ടെമ്പ് യൂസ് ചെയ്യാം, പിന്നെ കറണ്ട് യൂസ് ചെയ്യാം.
ഇത് ട്രാവേഴ്സിങ് ഇൻസേർഷനൊക്കെ ഡിഫറെൻറ്റ് വേസിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസിയസ്റ്റ് വേ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ടെമ്പ് കറണ്ട് എന്ന് 2 പോയിൻ്ററിൻ്റെ കോൺസെപ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കണം. ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കുമ്പോൾ ടെമ്പും ഈ ഒരു ഇതാണ് പോയിൻ്റ് ചെയ്യുന്നത്, 100 ആണ് പോയിൻ്റ് ചെയ്യുന്നത്, ഹെഡും 100 ആണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ട്രാവേഴ്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടെ വൈൽ ലൂപ്പ് വെച്ചിട്ട് i p വരുന്നവരെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് i പൊസിഷൻ വരുന്നവരെ നമ്മൾ ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ആ ഒരു ലൂപ്പ് വർക്കാകുമ്പോൾ കറൻറ്റിനെ ടെമ്പാക്കണം. എന്നിട്ട് ടെമ്പിന് ഒരു പോയിൻ്റർ വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ടെമ്പ് ഈക്വൽ ടു ടെമ്പിൻ്റെ നെക്സ്റ്റ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ടെമ്പ് ഇവിടെയാണുള്ളത്, i ഈക്വൽ ടു 1 കൊടുക്കാം. അപ്പോൾ i ഈക്വൽ ടു 1 ആണുള്ളത്, 1 ലെസ് ദാൻ 3 ആണ്, 1 ഈസ് ലെസ് ദാൻ 3. സോ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. ഇങ്ങനെ ആകുമ്പോൾ കറണ്ട് ഇപ്പോൾ ഇവിടെ വരും, ടെമ്പ് ഒന്ന് ഇൻക്രിമെൻ്റായി ഇവിടെ പോകും. ഇപ്പോൾ കറണ്ട് ഇവിടെയാണുള്ളത്, ടെമ്പ് ഇവിടെ വന്നു. നെക്സ്റ്റ് അടുത്ത് വരുമ്പോൾ i വാല്യൂ 2 ആവും, 2 ലെസ് ദാൻ 3 ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ കറണ്ട് ഇവിടെ വരും, കറണ്ട് ഈ ഒരു പൊസിഷനിൽ വരും, ടെമ്പ് ഈ ഒരു പൊസിഷനിലോട്ട് പോവും. പിന്നെ അടുത്ത് വരുമ്പോൾ i വാല്യൂ 3 ആവും, 3 ലെസ് ദാൻ 3. ഇത് ഫോൾസ് ആണ്. അപ്പോൾ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യത്തില്ല. ഇപ്പോൾ നമുക്ക് കറണ്ട് ഉള്ളത് ഈ 300th പൊസിഷനിലാണ്, ടെമ്പ് ഉള്ളത് 700th പൊസിഷൻ. ഇത് രണ്ടിൻ്റെയും നടുക്കാണ് നമ്മൾ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് നമുക്ക് ഒരു 1000 ആയിട്ട് എടുക്കാം. ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് 1000 ആണ്. നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നടുക്കാണ് നമ്മൾ ഈ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ കറണ്ടാണ് ഈ ഒരു നോഡിനെ പോയിൻ്റ് ചെയ്യുന്ന പോയിൻ്റ്. അപ്പോൾ കറണ്ടിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. കറണ്ടിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്, അതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. എന്നിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെമ്പിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ടെമ്പ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ കറണ്ടിൻ്റെ നെക്സ്റ്റിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി, ഇത് പോയി ഇനി ഇങ്ങോട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഇവിടെ ഉള്ളത് 1000 ആണ്. ഇനി ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് എന്ന് കൊടുത്തപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിൽ 700 ഈ ഒരു അഡ്രസ്സ് സ്റ്റോറായി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ലിങ്കും ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇത് 2 പൊസിഷൻ്റെയും നടുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ ചെയ്യേണ്ടത്. നമ്മൾ യൂസർ പറയുന്ന പൊസിഷന് തൊട്ട് മുന്നേ ഉള്ളത് വരെ ട്രാവേഴ്സ് ചെയ്ത് പോകണം. നമുക്ക് 2 പോയിൻ്ററും യൂസ് ചെയ്യാം, 1 പോയിൻ്ററും യൂസ് ചെയ്യാം. അങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോയിട്ട് നമ്മൾ നിൽക്കുന്ന കറണ്ട് പോയിൻ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ന്യൂ നോഡ് കൊടുക്കണം. പിന്നെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അടുത്തതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഇതിങ്ങനെ 2 പോയിൻ്റർ ഇല്ലാതെ ഒറ്റ പോയിൻ്റർ വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. 3rd പൊസിഷനിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഹെഡാണ്. ഇത് കറണ്ട് ഇല്ലാത്ത ഒറ്റ പോയിൻ്റർ മാത്രം വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ടെമ്പ് പോയിൻ്റർ എടുക്കണം. ടെമ്പ് വെച്ചിട്ടാണ് ട്രാവേഴ്സ് ചെയ്യാൻ പോകുന്നത്. ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കാം. ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കുമ്പോൾ ടെമ്പും ഇതാണ് പോയിൻ്റ് ചെയ്യുന്നത്, ഹെഡും 100നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി വൈൽ ലൂപ്പ് വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്യണം. i ലെസ് ദാൻ p മൈനസ് 1 വരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകണം. അങ്ങനെ പോകുമ്പോൾ ടെമ്പിൻ്റെ വാല്യൂ ഓരോ ടൈമും നെക്സ്റ്റ് ലിസ്റ്റിലോട്ട് പോകണം. അപ്പോൾ ആദ്യത്തെ കേസിൽ 1 ലെസ് ദാൻ p മൈനസ് 1 എന്ന് പറയുമ്പോൾ p പൊസിഷൻ 3 ആണ്. അപ്പോൾ 2 വരെ പോകാൻ പാടുള്ളൂ. 1 ലെസ് ദാൻ 2 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ടെമ്പ് ഇവിടെ നിന്ന് ഈ പൊസിഷനിലോട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള ടെമ്പ് ഇതാണ്. പിന്നെ അടുത്ത കണ്ടീഷൻ 2 ലെസ് ദാൻ 2, ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ടെമ്പ് മൂവ് ആവത്തില്ല. ഇപ്പോൾ നമുക്ക് ടെമ്പ് ഉള്ള പൊസിഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷൻ ഇതിൻ്റെയും നടുക്കാണ് ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ന്യൂ നോഡാണ്. ന്യൂ നോഡിൻ്റെ വാല്യൂ 5. നെക്സ്റ്റ് ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻ 1000 ആണെന്ന് വയ്ക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു പോയിൻ്ററാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനും ടെമ്പിൻ്റെ നെക്സ്റ്റ് ഉള്ള പോയിൻ്ററിനും ഒരു ലിങ്ക് ഇങ്ങനെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ ഇതിലുള്ളത് 700 ആണ്. ഇതിലിപ്പോൾ ഉള്ളത് 700 ആണ്. എന്നിട്ട് ഇതും സെയിം ഇതാണ് പോയിൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സെക്കൻഡ് പൊസിഷനിലുള്ളത് നമ്മൾ ന്യൂ നോഡിനെയാണ് പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. എന്നിട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്താൽ മതി, നമുക്ക് ഇൻസേർട്ടായി കിട്ടും. പിന്നെ നെക്സ്റ്റ് ഈക്വൽ ടു
ന്യൂ നോഡ്. അപ്പോൾ 2 പോയിൻ്റർ വെച്ചിട്ടും ചെയ്യാം, ഒരു പോയിൻ്റർ വെച്ചിട്ടും ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഒറ്റ പോയിൻ്റർ വെച്ച് ചെയ്യുമ്പോൾ i = 1 കൊടുക്കാം, പിന്നെ i < p-1 വരെ പോകണം. അങ്ങനെ പോകുമ്പോൾ ടെമ്പ് ഓരോ ഇതും മൂവ് ആയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് മൂവായി ഇപ്പോൾ പൊസിഷൻ്റെ നമ്മൾ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ 1 നോഡ് ബിഫോറായിട്ട് നമ്മൾ വന്ന് നിൽക്കണം. എന്നിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഈ ടെമ്പിന് നെക്സ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് = ടെമ്പിൻ്റെ നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റ് ന്യൂ നോഡ് ആക്കിയാൽ മതി. ഇത് ഇൻസേർട്ടായി കിട്ടും. നിങ്ങൾക്ക് ഈ 2 മെത്തേഡിൽ ഏതാണോ ഈസി അത് വെച്ചിട്ട് പഠിക്കാം. ഇപ്പോൾ ഇൻസേർഷൻ ഇത്രയേ ഉള്ളൂ. ഇനി ഡെലീഷനും 3 കേസസ് ആണുള്ളത്. ഡെലീഷൻ അറ്റ് ബിഗിനിങ്, എൻഡ് ആൻഡ് എനി പൊസിഷൻ. ഫസ്റ്റ് ബിഗിനിങ് നോക്കാം. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഹെഡ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്തില്ലേ? ഹെഡ് നല്ലതാണെങ്കിൽ ഹെഡിൻ്റെ ഇതിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുത്തു. ഇതിൽ ഡെലീഷനിൽ നമ്മൾ ഹെഡ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ നമുക്കതിൽ ഡെലീഷൻ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഹെഡ് = നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ ലിസ്റ്റ് എംപ്റ്റി എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ മതി. ഇനി അല്ലാത്ത കേസിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. അല്ലാത്ത കേസിൽ ഇതിൽ ഒരു എലമെൻറ്റെങ്കിലും കാണും. ഇപ്പോൾ മോർ ദാൻ 1 എലമെൻ്റ് ഉണ്ട്. ആദ്യം അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. മോർ ദാൻ 1 എലമെൻ്റ് ഉള്ള കേസിൽ ആദ്യം ഈ ഹെഡിനെ എടുത്ത് ഹെഡിൻ്റെ നെക്സ്റ്റിലോട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ഫ്രീ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ടെമ്പ് = ഹെഡ് എന്ന് കൊടുക്കാം. ടെമ്പ് = ഹെഡ്. നമ്മളിതിന് വെറുതെ ഇതിൻ്റെ ലിങ്ക് മാത്രം ഒന്ന് കളഞ്ഞാൽ മതി, നമുക്കത് ഡിലീറ്റായി കിട്ടും. നമ്മുടെ പ്രോഗ്രാമിൽ അത് ഡിലീറ്റായി കിട്ടും. പക്ഷേ ഇത് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് തന്നെ ഫുള്ള് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഈ ഫ്രീ ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ടെമ്പററി പോയിൻ്ററും കൂടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ടെമ്പ് = ഹെഡ് എന്ന് കൊടുക്കണം. അപ്പോൾ ടെമ്പും ഇതാണ് പോയിൻ്റ് ചെയ്യുന്നത്, 500 ആണ് പോയിൻ്റ് ചെയ്യുന്നത്, ഹെഡും 500 ആണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡെലീഷൻ ഫ്രം ബിഗിനിങ് അല്ലേ ഇത്. അപ്പോൾ ബിഗിനിങ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഡിലീറ്റായി പോവും. പിന്നെ ഈ നോഡ് നമുക്ക് ഹെഡ് ആക്കണം. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഹെഡ് = ഹെഡിൻ്റെ നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഹെഡ് = ഹെഡ് നെക്സ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ഹെഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ 200 അല്ല ഉള്ളത്. അപ്പോൾ 200-ലോട്ട് ഹെഡ് പോവും. ഹെഡ് ഇവിടെ വരും. ഹെഡ് = ഹെഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഹെഡ് ഇവിടെ വരും. എന്നിട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് നല്ലാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലിങ്കും ബ്രേക്കായി പോവും. ഹെഡ് ഇപ്പോൾ ഇവിടെ മാറി. ഇനി ഈ ഒരു ഇത് മെമ്മറി ലൊക്കേഷനിലുണ്ടല്ലോ, അത് വെറുതെ സ്റ്റോറേജ് സ്പേസ് കളയാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കാം. ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കുമ്പോൾ ഈ ഒരു നോഡ് തന്നെ കംപ്ലീറ്റ് ഡിലീറ്റായി പോവും. ഡെലീഷൻ ഫ്രം ബിഗിനിങ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ടെമ്പററി പോയിൻ്റർ എടുത്തിട്ട് ടെമ്പ് = ഹെഡ് എന്ന് കൊടുക്കണം. എന്നിട്ട് ഹെഡിൻ്റെ വാല്യൂ ഹെഡിൻ്റെ നെക്സ്റ്റിലോട്ട് കൊടുക്കണം. ഹെഡിനെ ഹെഡ് നെക്സ്റ്റ് ആയിട്ട് മാറ്റണം. അപ്പോൾ ഈ ഒരു നോഡ് ഹെഡായിട്ട് മാറും. എന്നിട്ട് ടെമ്പ് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഇപ്പോൾ ഹെഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റർ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റ് = നല്ലെന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ബ്രേക്ക് ആവും, ഈ ഒരു ലിങ്ക് ബ്രേക്ക് ആവും. എന്നിട്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. ഇപ്പോൾ ലിസ്റ്റിലുള്ളത് ഈ 2 നോഡ് മാത്രമാണ്. ഇനി ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള കേസിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇതിലിപ്പോൾ ഒരു എലമെൻ്റാണ് ഉള്ളത്, അത് ഹെഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റുള്ള കേസ് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഹെഡ് നെക്സ്റ്റ് = നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് ഹെഡിൻ്റെ നെക്സ്റ്റ് നള്ളാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ വേറെ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് മീനിങ്. അപ്പോൾ ഹെഡിൻ്റെ നെക്സ്റ്റ് = നള്ളാണെങ്കിൽ ഹെഡ് = നൾ എന്ന് കൊടുത്താൽ മതി. ഹെഡ് = നൾ എന്ന് കൊടുത്താൽ മതി. ഒരു പോയിൻ്റർ ഡിലീറ്റായി പോകും. അപ്പോൾ ഇതാണ് ഡെലീഷൻ ഫ്രം ബിഗിനിങ്. ഇനിയുള്ളത് ഡെലീഷൻ ഫ്രം എൻഡ്. ഡെലീഷൻ ഫ്രം എൻഡിൽ നമ്മൾ എൻഡിലുള്ള ഈ ഒരു നോഡാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബിഫോറുള്ള നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്ററേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് നോഡ് വരെ ട്രാവേഴ്സ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെയും ഞാൻ 2 പോയിൻ്ററിൻ്റെ കോൺസെപ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കറണ്ട്, പിന്നെ ഉള്ളത് ടെമ്പററി പോയിൻ്റർ. ഇങ്ങനെ 2 പോയിൻ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ടെമ്പിനെ ഹെഡാക്കണം. ടെമ്പ് ഹെഡ് ഇത് രണ്ടും ഫസ്റ്റ് ഉള്ള നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ടെമ്പ് = ഹെഡ് എന്നാക്കി. എന്നിട്ട് വൈൽ ലൂപ്പ് വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്യണം. വൈൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് ≠ നൾ ഇങ്ങനെ കൊടുക്കണം. ടെമ്പിൻ്റെ നെക്സ്റ്റ് ≠ നൾ. ഈ ഒരു കേസ് വരെ നമ്മൾ ഈ ലൂപ്പ് കൊണ്ടുപോകണം. അങ്ങനെ ഈ ലൂപ്പ് വർക്ക് ആകുമ്പോൾ കറണ്ട് = ടെമ്പ്, പിന്നെ ടെമ്പ് = ടെമ്പിൻ്റെ നെക്സ്റ്റ്
ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ടെമ്പിൻ്റെ വാല്യൂ ഉള്ളത് 200 200ൻ്റെ നെക്സ്റ്റ് പാർട്ട് 400 ആണ്. അത് നല്ലല്ല. അപ്പോൾ ഈ ലൂപ്പിൻ്റെ അകത്ത് പോകും, ലൂപ്പിൻ്റെ ബോഡിക്കകത്ത് പോകും. അതിൽ കറണ്ട് ഈക്വൽ ടു ടെമ്പ്. ആദ്യം ടെമ്പ് എവിടെയാണുള്ളത് അതിനെ കറണ്ട് ആക്കും, എന്നിട്ട് ടെമ്പിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ കറണ്ട് ഇവിടെയാണുള്ളത്, ടെമ്പിനെ നെക്സ്റ്റ് ആക്കും. ടെമ്പിനെ നെക്സ്റ്റ് 400 ആണ്. അപ്പോൾ ടെമ്പ് ഇവിടെ വരും. എന്നിട്ട് അടുത്ത വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ടെമ്പിനെ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യും. ടെമ്പിനെ നെക്സ്റ്റ് നല്ലല്ല, 500 ആണുള്ളത്. അപ്പോൾ കറണ്ടിനെ ടെമ്പാക്കും, ഇതിനെ കറണ്ട് ആക്കും. ആദ്യം ഇതിനെ കറണ്ട് ആക്കും, പിന്നെ ടെമ്പിൻ്റെ നെക്സ്റ്റിലോട്ട് പോകും. ടെമ്പിൻ്റെ നെക്സ്റ്റ് 500 ആണ്. അപ്പോൾ 500ലോട്ട് ടെമ്പ് പോകും. ഓക്കെ, കറണ്ട് ഇപ്പോൾ ഇവിടെ വന്നു, ടെമ്പ് ഇപ്പോൾ ഇവിടെ വന്നു. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ടെമ്പിൻ്റെ നെക്സ്റ്റ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം. ടെമ്പിന് നെക്സ്റ്റ് പാർട്ടിൽ നല്ലതാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ബോഡിക്കകത്ത് പോകത്തില്ല, ഇതോടെ സ്റ്റോപ്പായി. ഇപ്പോൾ കറണ്ട് ഉള്ളത് ഈ ഒരു ഇതിലാണ്, ടെമ്പ് ഉള്ളത് ഈ ലാസ്റ്റ് പൊസിഷനിലാണ്. നമ്മൾ ഈ ടെമ്പിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം കറണ്ടിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി കൊടുത്താൽ മതി. കറണ്ടിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കുമ്പോൾ ഈ ഒരു കണക്ഷൻ, ഈ ഒരു ലിങ്ക് നമുക്ക് ബ്രേക്ക് ആവും. അപ്പോൾ ഇത് നല്ലാവും. ഇത് കഴിഞ്ഞിട്ട് ഒരു ലിങ്കും അല്ല, ഈ ലിങ്ക് ബ്രേക്ക് ആവും. ഇനി ഈ ഒരു നോഡ് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഫ്രം ദ എൻഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഒറ്റ നോഡേ ഉള്ളൂ എങ്കിൽ ഫസ്റ്റ് ഉള്ള നോഡ് ഹെഡ് ഈക്വൽ ടു നല്ലെന്ന് കൊടുത്താൽ മതി. ഫസ്റ്റ് നോഡ് മാത്രം ഡിലീറ്റ് ആയി പോകും, ഒറ്റ എലമെൻ്റ് ഉള്ള കേസിൽ. ഇതിൽ കുറേ എലമെൻ്റ് ഉണ്ടെങ്കിൽ ലൂപ്പ് വെച്ച് ലാസ്റ്റ് വരെ ട്രാവേഴ്സ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാം. ഇനിയുള്ള അടുത്ത കേസാണ് ഡിലീഷൻ അറ്റ് എനി പൊസിഷൻ. അപ്പോൾ ഡിലീറ്റ് അറ്റ് എനി പൊസിഷനിൽ യൂസർ പറയുന്ന പൊസിഷനിലുള്ള എലമെൻറ്റ് ഡിലീറ്റ് ആക്കണം. ഫോർ എക്സാമ്പിൾ 3rd പൊസിഷനാണ് പറയുന്നതെങ്കിൽ ഈ ഒരു നോഡ് നമ്മൾ ഡിലീറ്റ് ആക്കണം. എന്നിട്ട് ഈ നോഡിൻ്റെ ഇതിൻ്റെ കണക്ഷൻ ഇതിലോട്ട് കൊടുക്കണം. ഈ ഒരു നോഡ് നമ്മൾ ഡിലീറ്റ് ആക്കണം. അപ്പോൾ അതിന് നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പ് പോയിൻ്റർ യൂസ് ചെയ്യാം. ഡെലീഷന് 2 പോയിൻ്ററാണ് യൂസ് ചെയ്യുന്നത്. കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ടെമ്പ് പോയിൻ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കാം. ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കുമ്പോൾ ഈ ടെമ്പ് പോയിൻ്ററും ഹെഡ് പോയിൻ്ററും സെയിം നോഡിനെയാണ്, ഫസ്റ്റ് നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ വൈൽ ഐ ലെസ് ദൻ പൊസിഷൻ വരുന്നത് വരെ ഈ ലൂപ്പ് എനിക്ക് വർക്ക് ആവണം. ഐയുടെ വാല്യൂ 1 ആയിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ ലൂപ്പിൻ്റെ അകത്ത് ആദ്യം കറണ്ട് ഈക്വൽ ടു ടെമ്പ്, ടെമ്പിൻ്റെ പോയിൻ്റർ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് കൺവേർട്ട് ചെയ്യണം. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഐ ലെസ് ദൻ പൊസിഷൻ വരുന്നത് വരെ ഈ ലൂപ്പ് എനിക്ക് വർക്ക് ആവണം. അപ്പോൾ ഫസ്റ്റ് ഐ വാല്യൂ 1 ആണ്, പി വാല്യൂ 3. 1 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ കറണ്ട് ഈ പൊസിഷനിലോട്ട് വരും. കറണ്ട് ഈക്വൽ ടു ടെമ്പ്, അപ്പോൾ കറണ്ട് ഇവിടെ വരും. എന്നിട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റിലോട്ട് മാറ്റണം. ടെമ്പിൻ്റെ നെക്സ്റ്റ് 250 ആണ്, ഇവിടെയാണ് 250 ഉള്ളത്. അപ്പോൾ ടെമ്പ് ഇവിടെ വരും. എന്നിട്ട് അടുത്ത ഐ വാല്യൂ 2 ആയിട്ട് മാറും. ഇവിടെ എല്ലാം I++ കൊടുക്കണം കേട്ടോ, ഇവിടെയും കൊടുക്കണം. പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കിയ എല്ലാ കേസിലും വൈൽ ലൂപ്പിലും I++ കൊടുക്കണം, I യൂസ് ചെയ്യുന്ന എല്ലാ കേസിലും. പിന്നെ ഐ വാല്യൂ 2 ആവും. ഐ വാല്യൂ 2 ആകുമ്പോൾ 2 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ടെമ്പിൻ്റെ പൊസിഷനിൽ ഇപ്പോൾ കറൻ്റ്ലി ടെമ്പ് എവിടെയാണുള്ളത് അതിനെ നമ്മൾ കറണ്ടായിട്ട് മാറ്റും. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പൊസിഷൻ ഏതാണോ അതിനെ നമ്മൾ ടെമ്പായിട്ട് മാറ്റും. അപ്പോൾ കറണ്ട് ഇപ്പോൾ 250ലോട്ട് പോയിൻ്റ് ചെയ്യുന്നു, ടെമ്പ് പോയിൻ്റ് ചെയ്യുന്നത് 400. നമ്മൾ ഈ നോഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കറണ്ടിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഇതിൻ്റെ അഡ്രസ്സ് ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുണ്ട്. അപ്പോൾ കറണ്ട് നെക്സ്റ്റ് ഈക്വൽ ടു ഈ കറണ്ട് നെക്സ്റ്റിൽ നമ്മൾ കൊടുക്കാനുള്ളത് ഇതിൻ്റെ അഡ്രസ്സാണ്. ഇതിൻ്റെ അഡ്രസ്സ് ഉള്ളത് ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിലാണ്. അപ്പോൾ കറണ്ടിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പിൻ്റെ നെക്സ്റ്റ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റിൽ ഇപ്പോൾ 500 അല്ലേ ഉള്ളത്. അപ്പോൾ ഈ 500 കറണ്ടിൻ്റെ നെക്സ്റ്റിൽ വന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി, ഈ ഒരു ലിങ്ക് ബ്രേക്കായി. ഇനി ടെമ്പിൻ്റെ നെക്സ്റ്റ് നല്ലാക്കി കൊടുക്കണം. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു നൽ. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ലിങ്കും ബ്രേക്ക് ആവും. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ഇത് സ്റ്റോറേജിൽ നിന്ന് മെമ്മറിയിൽ നിന്ന് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ചെയ്യേണ്ടത്. ഞാൻ ഇതെല്ലാത്തിലും 2 പോയിൻ്ററിൻ്റെ കോൺസെപ്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കുറച്ച് പഠിക്കാനും കുറച്ചുകൂടെ ഈസിയാണ്. ഇത് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ചെയ്യാം. പ്രോഗ്രാം ചെയ്യാൻ ഒരു മെത്തേഡ് മാത്രമല്ല, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി ആ ഒരു മെത്തേഡിൽ ചെയ്യാം. ഇനി ഇതിൽ സെർച്ചിങ് ഉണ്ട്. സെർച്ചിങ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെയാണ്. സെർച്ചിങ് ഉണ്ട്, പിന്നെ സെർച്ചിങ് മാത്രമാണ് ബാലൻസ് ഉള്ളത്. സെർച്ചിങ്ങും കൂടി പറയാം ഇതിൽ. ആൻഡ്
ഇതിൻ്റെ ഗിറ്റബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അതിൽ ഞാൻ ചെയ്ത പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് എല്ലാം ഉണ്ട്. KTUവിൽ ഫസ്റ്റ് ലാബ് സൈക്കിളിലുള്ള മാക്സിമം എല്ലാ പ്രോഗ്രാംസും ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് എല്ലാവർക്കും സെയിം ലോജിക് ആയിരിക്കത്തില്ല. ആൻഡ് എൻ്റെ ലോജിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാം ചെയ്തേക്കുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സെർച്ചിങ് എലമെൻറ്റ് ഇൻപുട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ യൂസർ ചെയ്യുന്ന ആ ഒരു എലമെൻറ്റ് നമ്മളിപ്പോൾ എസ്സിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചോ. നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. ആൻഡ് ഇതിൽ എക്സ്ട്രാ ഒരു പോയിൻ്ററും കൂടി യൂസ് ചെയ്യും, ടെമ്പ് പോയിൻ്റർ. അപ്പോൾ ആദ്യം തന്നെ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് ആക്കണം. ടെമ്പ് ഈക്വൽ ടു ഹെഡ്. അപ്പോൾ ടെമ്പും ഹെഡ് രണ്ടും ഇതിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫ്ലാഗ് എന്നൊരു വേരിയബിൾ സെറ്റ് ചെയ്യണം. ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ എസ് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്നാക്കി. ഇനി വൈൽ ലൂപ്പ് വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്യണം. വൈൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാവുന്നത് വരെ ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ടെമ്പ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ, ഈ ഒരു കേസ് വരുന്നത് വരെ ഈ ലൂപ്പ് വർക്കാവും. ഈ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ ഈ യൂസർ എൻ്റർ ചെയ്യുന്ന ഈ ഒരു സെർച്ചിങ് എലമെൻറ്റും ഈ ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിലുള്ള ആ ഡേറ്റയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് ലിങ്ക്ഡ് ലിസ്റ്റല്ല, ഇതിൽ നോഡിൽ 2 പാർട്ടുണ്ട്. അപ്പോൾ ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഡേറ്റ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഈ ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിലുള്ള ആ ഒരു വാല്യൂ യൂസർ എൻ്റർ ചെയ്യുന്ന ഈ സെർച്ചിങ് എലമെൻറ്റ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇഫ് എസ് ഈക്വൽ ടു എസ് യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ആണ് സെർച്ചിങ് എലമെൻറ്റ്. എസ് ഈക്വൽ ടു ടെമ്പ് ആരോ മാർക്ക് ഡേറ്റ. ഡേറ്റ എന്ന് പറയുന്നത് നോഡിൻ്റെ ഡേറ്റ പാർട്ടാണ്. അപ്പോൾ ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിലുള്ള ഡേറ്റയും യൂസർ എൻ്റർ ചെയ്യുന്ന എലമെൻറ്റും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെയിം ആണെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറ്റണം. എന്നിട്ട് എലമെൻറ്റ് ഫൗണ്ട് എന്നൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലാഗ് ഈക്വൽ ടു 1 എലമെൻറ്റ് ഫൗണ്ട് എന്ന് പ്രിൻറ്റ് ചെയ്തു ഈ ലൂപ്പിൻ്റെ അകത്ത്. ഇനി ഈ ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് ഇപ്പോൾ എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എലമെൻറ്റ് ഫൗണ്ട് എന്നൊരു മെസ്സേജ് വന്ന് കാണും. ഇതിൽ ആദ്യം ടെമ്പിൻ്റെ വാല്യൂ ഇതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ 8 ആണെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം ടെമ്പ് ഇവിടെയാണ്. 8 ഈക്വൽ ടു ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിലുള്ളത് 2 അല്ലേ. അപ്പോൾ 8 ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ട്രൂ ആണോ? ട്രൂ അല്ല. അപ്പോൾ ട്രൂ അല്ലാത്ത കേസിൽ ഈ ഇഫിൻ്റെ പുറത്ത് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്, ഓക്കെ, ഇതും കൂടി കൊടുക്കണം. അപ്പോൾ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ അല്ല, അപ്പോൾ ഇതിൻ്റെ ബോഡിക്കകത്ത് പോകത്തില്ല. ബോഡിയുടെ പുറത്ത് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ഇപ്പോൾ ടെമ്പ് ഇവിടെയാണുള്ളത്. ടെമ്പ് നെക്സ്റ്റ് 500 ആണ്. അപ്പോൾ 500 പൊസിഷനിലോട്ട് ടെമ്പ് പോവും. ഇനി അടുത്ത് ചെക്ക് ചെയ്യും. അടുത്ത ലൂപ്പ് ഇതിൽ വരുമ്പോൾ എസ് ഈക്വൽ ടു 8 ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 5 അല്ല. അപ്പോൾ പിന്നെയും ടെമ്പിൻ്റെ വാല്യൂ ഒന്ന് നെക്സ്റ്റ് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവും. ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ 700 ആണ്. അപ്പോൾ ടെമ്പ് ഇവിടെ വരും. ഇപ്പോൾ ടെമ്പിലുള്ള ഡേറ്റയും 80 ഈക്വൽ ആണ്. 80 ഈക്വൽ ടു 8 ആണ്. അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആവും. എലമെൻറ്റ് ഫൗണ്ട് എന്നൊരു മെസ്സേജും പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞിട്ടും ടെമ്പിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. ഒന്ന് ഇൻക്രിമെൻ്റ് ആയി ഇവിടെ വരും. ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിലുള്ളത് 9 ആണ്. 9 നോട്ട് ഈക്വൽ ടു 8. അപ്പോൾ വരത്തില്ല. നെക്സ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുള്ളത് നള്ളാണ്. അപ്പോൾ ഈ ലൂപ്പ് ഇതോടെ സ്റ്റോപ്പ് ആവും. എലമെൻറ്റ് ഉണ്ടെങ്കിൽ എലമെൻറ്റ് ഫൗണ്ട് എന്ന മെസ്സേജ് വരും. ഇനി ഈ ഇതിൽ എലമെൻറ്റ് ഒന്നുമില്ല. സപ്പോസ് ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് 11 ആണെന്ന് വെച്ചോ. 11 ഇതിലില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ലൂപ്പ് ഇങ്ങനെ വർക്കായി ഈ ലാസ്റ്റ് പാർട്ട് വരെ വരും. ലാസ്റ്റ് പാർട്ട് വന്നിട്ട് നമുക്ക് ഡേറ്റ ഒന്നും മാച്ച് ആയിട്ടില്ല. നമ്മൾ ഡേറ്റ മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ സ്റ്റിൽ 0 ആണെങ്കിൽ നമുക്ക് എലമെൻ്റ് അതിൽ ഇല്ല എന്നാണ് മീനിങ്. അപ്പോൾ ഈ വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് ഫ്ലാഗ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്നൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെയാണ് സെർച്ചിങ് ചെയ്യേണ്ടത് ലിങ്ക്ഡ് ലിസ്റ്റിൽ. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഓപ്പറേഷൻസ് ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ കോഡിങ്ങും കൂടി നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള ഹെഡർ ഫയൽസൊക്കെ ഡിക്ലെയർ ചെയ്യാം. എനിക്ക് ഹാഷ് ഇൻക്ലൂഡ് stdio.h വേണം, ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കാം. പിന്നെ stdlib.h വേണം. ഇത് malloc ഫംഗ്ഷൻ പിന്നെ ഫ്രീ ഓഫ് അതൊക്കെ യൂസ് ചെയ്യില്ലേ, അതുകൊണ്ടാണ് stdlib.h കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നോഡിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്റ്റ് നോഡ്, പിന്നെ അതിൻ്റെ അകത്ത് ഡേറ്റ പാർട്ട് വേണം, നെക്സ്റ്റിൻ്റെ ഒരു പോയിൻ്റർ വേണം. അതെല്ലാം ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള വേറെ കുറച്ച് പോയിൻ്റേഴ്സും ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്ട്രക്റ്റ് നോഡ്, ഒരു പോയിൻ്ററിൻ്റെ വാല്യൂ ആദ്യം തന്നെ നള്ളാക്കി, പിന്നെ ഒരു പോയിൻ്റർ ടെമ്പും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഓരോ ഫംഗ്ഷനായിട്ട് നോക്കാം. ഫസ്റ്റുള്ള ഫംഗ്ഷനാണ് ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്. ഇതിൽ ഞാൻ ഒരു പാരാമീറ്ററും കൂടി പാസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റ് ഐറ്റം. ഈ ഐറ്റം ഞാൻ മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ നോഡിന്
ന്യൂ നോഡിന് എനിക്ക് ആ സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിൻ്റെ ആ ഒരു ബോഡി കൊടുക്കണം. പിന്നെ അതിനുള്ള മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്. ഇനി ആ ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ ഞാൻ ഇവിടെ പാസ് ചെയ്യുന്ന ഈ ഒരു ഐറ്റത്തിനെ എടുത്ത് ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ വെച്ചു. പിന്നെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി കൊടുത്തു. ഇനി ഇത് എം ടി ആണോ എന്ന് നോക്കുന്നു. ഈ ലിസ്റ്റ് എം ടി ആണോ അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഇഫ് ഹെഡ് ഈക്വൽ ടു നൽ, ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്. ഹെഡ് നല്ലാണെങ്കിൽ ഇത് എം ടി ലിസ്റ്റാണ്. അപ്പോൾ ന്യൂ നോഡിനെ ഹെഡാക്കി മാറ്റുന്നു. ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡാണ് ഹെഡ് നോഡ്, വേറെ നോഡൊന്നും ഇല്ല. ഇനി അല്ലാത്ത കേസിൽ ഈ ഒരു ലിസ്റ്റിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്. ആ ഒരു കേസിൽ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഹെഡാക്കി കൊടുക്കുന്നു. എന്നിട്ട് ഹെഡിന് ന്യൂ നോഡാക്കി. അത്രേ ഉള്ളൂ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്. ഇനി ഇൻസേർഷൻ അറ്റ് എൻഡ്. ഇൻസേർഷൻ എൻഡിൽ സെയിം, നമ്മൾ ആദ്യം ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ നോഡിന് ആ ഒരു ബോഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ ബോഡി കൊടുക്കുന്നു. ആൻഡ് അതിനാവശ്യമുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ന്യൂ നോഡ് ഈക്വൽ ടു സ്ട്രക്ട് നോഡ് സ്റ്റാർ malloc ഓഫ് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. ഇനി അത് കഴിഞ്ഞിട്ട് ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ ഐറ്റം വെക്കുന്നു. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി. ഇനി ലിസ്റ്റ് എം ടി ആണോ എന്ന് നോക്കുന്നു. ഈ ഹെഡ് ഈക്വൽ ടു നൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒറ്റ നോഡേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നോഡിനെ ഹെഡാക്കി. ഇനി എൽസ് കേസിൽ നമ്മൾ എൻഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് എൻഡ് വരെ പോകണം. അത് നമുക്ക് സെപ്പറേറ്റ് വേറെ പോയിൻറ്റേഴ്സൊന്നുമില്ല. അതുകൊണ്ട് ടെമ്പ് പോയിൻ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്നാക്കി. ഇനി വൈൽ ലൂപ്പിൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാവുന്നത് വരെ ഒരു ലൂപ്പ് വർക്കാണ്. അങ്ങനെ ആകുമ്പോൾ ഓരോ ടൈമും ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിലോട്ട് മൂവ് ചെയ്തുകൊണ്ട് പോകണം. വൈൽ ടെം നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൽ, ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ്. പിന്നെ ഈ ലൂപ്പിൻ്റെ പുറത്ത് വന്നതിന് ശേഷം ടെമ്പിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുക്കണം. ടെമ്പ് ഇപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് വന്ന് ടെമ്പ് നിൽക്കുന്നത് ലാസ്റ്റ് നോഡിലാണ്. അപ്പോൾ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡ് എൻഡിൽ ഇൻസേർട്ടായി. പിന്നെ ഉള്ളത് ഇൻസേർട്ട് അറ്റ് എനി പൊസിഷൻ. ഇൻസേർട്ട് അറ്റ് എനി പൊസിഷനിൽ ഞാൻ 2 പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം ഏത് പൊസിഷനിലാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ പൊസിഷൻ. പിന്നെ ഐ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഐ ഈക്വൽ ടു 1. ഇനി സ്ട്രക്ട് നോഡ്, എനിക്കിവിടെ 2 പോയിൻറ്റേഴ്സാണ് വേണ്ടത്. ഒന്ന് ന്യൂ നോഡ്, പിന്നെ കറണ്ട്. അപ്പോൾ രണ്ടും ഡിക്ലെയർ ചെയ്തു. പിന്നെ ന്യൂ നോഡിൻ്റെ ബോഡിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ ബോഡി ന്യൂ നോഡിന് കൊടുത്തു. പിന്നെ അതിൻ്റെ സൈസ്, അതിനാവശ്യമുള്ള സൈസും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ ഐറ്റം സ്റ്റോർ ചെയ്തു. പിന്നെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നല്ലാക്കി. ഇനി ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് ഹെഡ് ഈക്വൽ ടു നൽ, ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് ആക്കി. അല്ലാത്ത കേസിൽ നമ്മളിത് ട്രാവേഴ്സ് ചെയ്ത് പോവാണ്. ഐ ലെസൺ പൊസിഷൻ വരെ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുത്തു. പിന്നെ വൈൽ ലൂപ്പ് വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്യുന്നു. വൈൽ ഐ ലെസൺ പൊസിഷൻ, കറണ്ട് ഈക്വൽ ടു ടെമ്പ് ഈക്വൽ ടു ടെമ്പിൻ്റെ നെക്സ്റ്റ്. പിന്നെ ഐ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇനി ലൂപ്പിൻ്റെ പുറത്ത് വന്നതിന് ശേഷം ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെമ്പിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ആൻഡ് കറണ്ടിൻ്റെ നെക്സ്റ്റ് പാർട്ടിൻ്റെ അഡ്രസ്സായിട്ട് ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഇതാണ് ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ. ഡിലീറ്റ് ഫംഗ്ഷനിൽ ഇൻറ്റ് ആയി കൊടുത്തു. ആൻഡ് ഇത് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഹെഡ് ഈക്വൽ ടു നല്ലാണെങ്കിൽ ലിസ്റ്റ് എം ടി. അങ്ങനെ അല്ലാത്ത കേസിൽ ഹെഡിൻ്റെ നെക്സ്റ്റ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരു എലമെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള കേസിൽ ടെമ്പിനെ ഹെഡാക്കി. പിന്നെ ഹെഡിൻ്റെ വാല്യൂ നള്ളാക്കി കൊടുത്തു. പിന്നെ ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി, പോയിൻറ്റർ ഡിലീറ്റ് ആവും. എൽസ് ടെമ്പ് ഈക്വൽ ടു ഹെഡ് ഈക്വൽ ടു ഹെഡ് നെക്സ്റ്റ് ആൻഡ് ടെമ്പ് നെക്സ്റ്റ് ഈക്വൽ ടു നൽ ഫ്രീ ഓഫ് ടെമ്പ്. പിന്നെ ഡിലീറ്റ് എൻഡ്. ഇതിനും എനിക്ക് കറൻറ്റ് ഒരു പോയിൻ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിക്ലെയർ ചെയ്തു. പിന്നെ ടെമ്പ് ഈക്വൽ ടു ഹെഡ് ആക്കി. ഇപ്പോൾ ഹെഡ് നല്ലാണെങ്കിൽ ലിസ്റ്റ് എം ടി പ്രിൻറ്റ് ചെയ്തു. പിന്നെ ഒറ്റ എലമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഹെഡിനെ നല്ലാക്കി കൊടുക്കുന്നു. അല്ലാത്ത കേസിൽ വൈൽ ലൂപ്പ് വെച്ചിട്ട് ട്രാവേഴ്സാണ് ചെയ്യുന്നത്. ടെമ്പ് ഈക്വൽ ടു ഹെഡ്, വൈൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നല്ലാവുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ആവണം. കറണ്ട് ഈക്വൽ ടു ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. പിന്നെ കറണ്ട് നെക്സ്റ്റ് ഈക്വൽ ടു നല്ലാക്കി കൊടുത്താൽ മതി. അങ്ങനെ നല്ലാക്കിയിട്ട് ടെമ്പ് ഡിലീറ്റ് ചെയ്യണം. ഫ്രീ ഓഫ് ടെമ്പ് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് എൻഡ് പൊസിഷനിലുള്ളത് ഡിലീറ്റ് ആയി കിട്ടും. പിന്നെ ഉള്ളത് ഡിലീറ്റ് അറ്റ് എനി പൊസിഷൻ. ഡിലീറ്റ് അറ്റ് എനി പൊസിഷൻ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ പൊസിഷൻ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പുതിയ പോയിൻ്റർ വേണം, കറണ്ട്. പിന്നെ ഐ വാല്യൂ 1 ആക്കി കൊടുത്തു. ആദ്യം ഹെഡ് ഈക്വൽ ടു നല്ലാണെങ്കിൽ പ്രിൻ്റ് ഓഫ് ലിസ്റ്റ് എം ടി. എൽസ് ഒറ്റ നോഡ് മാത്രം ഉണ്ടെങ്കിൽ ഹെഡിൻ്റെ വാല്യൂ നല്ലാക്കി കൊടുക്കുന്നു. എൽസ് കേസിൽ ടെമ്പ് ഈക്വൽ ടു ഹെഡ് വെച്ചിട്ട് ഐ ലെസ് ദൻ പൊസിഷൻ വരുന്നത് വരെ ട്രാവേഴ്സ് ചെയ്യുന്നു. വൈൽ ഐ ലെസ് ദൻ പൊസിഷൻ, കറണ്ട് ഈക്വൽ ടു ടെമ്പ് ഈക്വൽ ടു നെക്സ്റ്റ് ഐ പ്ലസ് പ്ലസ്. ഈ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം കറണ്ടിൻ്റെ നെക്സ്റ്റ് ടെമ്പിൻ്റെ നെക്സ്റ്റ് ആക്കി. പിന്നെ ടെമ്പ് ഡിലീറ്റ് ചെയ്തു. ദെൻ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ഫംഗ്ഷനാണ് ഹെഡ് ഈക്വൽ ടു നല്ലാണെങ്കിൽ ലിസ്റ്റ് എം ടി. അല്ലാത്ത കേസിൽ വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. ടെമ്പ് ഈക്വൽ ടു ഹെഡ് ആക്കി. ദെൻ ടെം നോട്ട് ഈക്വൽ ടു നല്ലാവുന്നത് വരെ പ്രിൻ്റ് %d, ടെമ്പിൻ്റെ ഡേറ്റ. ഇപ്പോൾ 2 നോഡ് ഉണ്ടെന്ന് വെച്ചു. ഇതിൽ നെക്സ്റ്റ് പാർട്ട് നല്ലാണ്, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട്
200 ഉണ്ട്. 200 ആണ് ഇതിൻ്റെ അഡ്രസ്സ് 400. അപ്പോൾ ആദ്യം ടെമ്പ് പോയിൻ്റ് ചെയ്യുന്നത് ഇവിടെയാണ്, ഈ ഒരു നോഡിലാണ് ടെമ്പ് പോയിൻ്റ് ചെയ്യുന്നത്, ബിക്കോസ് ഇതാണ് ഹെഡ്. അപ്പോൾ ടെമ്പ് നോട്ട് ഈക്വൽ ടു നള്ളാണ്. ടെമ്പിൽ ഒരു വാല്യൂ ഉണ്ട്, അപ്പോൾ അത് നള്ളല്ല. അപ്പോൾ ആ കേസിൽ ഈ ടെമ്പിലുള്ള ഡേറ്റ പാർട്ടിലുള്ള വാല്യൂ എനിക്ക് പ്രിൻ്റായി കിട്ടും. ഇപ്പോൾ ഇതിൽ 1 ഉണ്ട്, ഇതിൽ 2 ഉണ്ടെന്ന് വെച്ചോ, എനിക്ക് 1 പ്രിൻ്റായി കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ടെമ്പിൻ്റെ ഇത് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുവാണ്. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ടെമ്പിൻ്റെ നെക്സ്റ്റിൽ ഇപ്പോൾ 200 ആണുള്ളത്, അപ്പോൾ ടെമ്പ് ഈ ഒരു പൊസിഷനിലോട്ട് പോകും. ഇപ്പോൾ ഇതാണ് ടെമ്പ്. ഇനി ടെമ്പ് അവിടെ പോയിട്ട് ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിലുള്ളത് 2 ആണ്, 2 എനിക്ക് പ്രിൻ്റായി കിട്ടും. ഇനി ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കുമ്പോൾ അത് നള്ളാണ്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ഇപ്പോൾ നള്ളായി, ടെമ്പ് നള്ളായി. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പോൾ ഈ ലൂപ്പിൻ്റെ പുറത്ത് വരും. ഇങ്ങനെയാണ് ഇത് ഡിസ്പ്ലേ ഫംഗ്ഷൻ വർക്ക് ആവുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് സെർച്ചിൽ ആദ്യം നമുക്ക് ഒരു ഫ്ലാഗ് വേരിയബിൾ വേണം, പിന്നെ ഐ വേണം. ഞാൻ പൊസിഷൻ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഐ യൂസ് ചെയ്തത്. ഇനി ഹെഡ് നള്ളാണെങ്കിൽ ലിസ്റ്റ് എംപ്റ്റി എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അല്ലാത്ത കേസിൽ ടെമ്പിനെ ഹെഡ് ആക്കണം. ടെമ്പ് ഈക്വൽ ടു ഹെഡ് വെൽ ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ. ഇഫ് ടെമ്പ് ഡേറ്റ ഈക്വൽ ടു എസ് ആണെങ്കിൽ ഫ്ലാഗിനെ 1 ആക്കി സെറ്റ് ചെയ്യുന്നു. പിന്നെ എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ I+1 പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. I+1 ബിക്കോസ് ഞാൻ ഇതിൽ I ഈക്വൽ ടു 0 ആണ് കൊടുത്തത്. I1 കൊടുക്കുകയാണെങ്കിൽ I മാത്രം പ്രിൻറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. എന്നിട്ട് ടെമ്പിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടെമ്പ് ഈക്വൽ ടു ടെമ്പിനെ നെക്സ്റ്റ് ആക്കി, പിന്നെ I++ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടൈം ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോഴേ എനിക്ക് ഈ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എലമെൻറ്റ് ഫൗണ്ട് മാത്രം വേണമെങ്കിൽ ഈ ഐ ഒന്നും യൂസ് ചെയ്യേണ്ട. അതിൻ്റെ പൊസിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഐ വാല്യൂ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ഇതിലും ഐ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. പിന്നെ ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് ഫ്ലാഗ് 0 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് ഈക്വൽ ടു 0 പ്രിൻ്റ് ഓഫ് എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. ഇനിയുള്ളതാണ് നമ്മളുടെ മെയിൻ ഫംഗ്ഷനിൽ എനിക്ക് CH വേണം, ചോയ്സ് വേണം, പിന്നെ ഡിലീഷന് ചോയ്സ് വേണം, ദെൻ ഇൻസേർഷനിലും ഒരു ചോയ്സ് വേണം, പിന്നെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഡേറ്റ എക്സായിട്ട് എടുത്തിട്ടുണ്ട്, പൊസിഷൻ, ഇൻസേർഷൻ, ഡെലീഷൻ, പിന്നെ എല്ലാത്തിനും എനിക്ക് പൊസിഷൻ വേണം. അത് കഴിഞ്ഞിട്ട് ഒരു സെർച്ചിങ് എലമെൻറ്റ് വേണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇതിൽ ഡിക്ലെയർ ചെയ്യാം. പിന്നെ വൈൽ ഓഫ് 1 ഇതിൻ്റെ ബോഡിക്കകത്തുള്ളത് എനിക്ക് ഇൻഫിനിറ്റ് ടൈംസ് എക്സിക്യൂട്ട് ആവണം, അതുകൊണ്ടാണ് വൈൽ ഓഫ് 1 കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെനു ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. മെനുവിലാണ് പ്രിൻ്റ് ഓഫ് 1 ഡോട്ട് ഇൻസേർഷൻ, 2 ഡോട്ട് ഡെലീഷൻ, 3 ഡോട്ട് ഡിസ്പ്ലേ, 4 ഡോട്ട് സെർച്ച് ആൻഡ് 5 ഡോട്ട് എക്സിറ്റ് ആൻഡ് ലാസ്റ്റിൽ എൻ്റർ യുവർ ചോയ്സ്. ഇത് നമുക്ക് ഡിഫറെൻറ്റ് ലൈനിൽ കൊടുക്കാം. ഞാൻ സ്ലാഷ് കൊടുത്ത് ഒറ്റ ലൈനിൽ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോയ്സ് ഇൻപുട്ട് ചെയ്യുവാണ്. പിന്നെ ഈ ചോയ്സാണ് ഞാൻ സ്വിച്ച് കേസിൻ്റെ അകത്ത് പാസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ യൂസർ ഇപ്പോൾ 1 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ കേസ് 1 എക്സിക്യൂട്ട് ആവും, 2 ആണെങ്കിൽ കേസ് 2 എക്സിക്യൂട്ട് ആവും, 3 ആണെങ്കിൽ കേസ് 3, 4 ആണെങ്കിൽ കേസ് 4, 5 ആണെങ്കിൽ കേസ് 5, ഇങ്ങനെ വർക്ക് ആവും. അപ്പോൾ കേസ് 1 ഇൻസേർഷനാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് 1 പോകും. കേസ് 1 ഞാൻ ആദ്യമേ ഡേറ്റ ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ അത് ഡേറ്റ ടു ബി ഇൻസേർട്ടഡ്, അത് എക്സിൽ സ്റ്റോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, നമുക്ക് 3 കേസ് ഉണ്ടല്ലോ. അപ്പോൾ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, എൻഡ് ആൻഡ് എനി പൊസിഷൻ, ഇത് 3 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു ചോയ്സിന് ഞാൻ സിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. C ഈക്വൽ ടു 1 ആണെങ്കിൽ ഞാൻ ഇൻസേർട്ട് ബിഗിനിങ് ആ ഒരു ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്, പ്ലസ് ഈ ഒരു ഇൻപുട്ട് എടുത്ത ആ ഒരു വേരിയബിളും കൂടി പാസ് ചെയ്യുന്നുണ്ട്. എൽസ് ഇഫ് ചോയ്സ് 2 ആണെങ്കിൽ ഞാൻ ഏത് പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്, അതിനെ പിയിൽ സ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് പൊസിഷൻ ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്, വിത്ത് പാരാമീറ്റേഴ്സ് എക്സ് ആൻഡ് പി പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ C 3 ആണെങ്കിൽ യൂസർ എൻ്റർ ചെയ്ത ആ ഒരു വാല്യൂ 3 ആണെങ്കിൽ ഇൻസേർട്ട് എൻഡ് ആ ഒരു ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്, അതിൽ എക്സ് പാരാമീറ്ററായിട്ട് പാസ് ചെയ്തു. പിന്നെ എൽസ് കേസ് ഈ ഒരു 3 നമ്പേഴ്സ് എല്ലാം അവർ പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് കൊടുത്തു. പിന്നെ കേസ് 2 ആണെങ്കിൽ അതേപോലെ വേർ യു വാണ്ട് ടു ഡിലീറ്റ് എന്ന് കൊടുത്തിട്ട് ചോയ്സ് ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. 1 ആണെങ്കിൽ ഡിലീറ്റ് ബിഗിനിങ് ആ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. 2 ആണെങ്കിൽ ഏത് പൊസിഷനിലാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ പൊസിഷൻ ഇൻപുട്ട് എടുത്തിട്ട് ആ ഒരു പൊസിഷനെ പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോയ്സ് 3 ആണെങ്കിൽ ഡിലീറ്റ് ആൻഡ് ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്. ദെൻ കേസ് 3 ആണെങ്കിൽ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്, ബ്രേക്ക്. കേസ് 4 ആണെങ്കിൽ അവർ സെർച്ച് ചെയ്യുന്ന ഒരു എലമെൻറ്റിന് ഇൻപുട്ട് എടുത്തിട്ടുണ്ട്, അതിനെ എസ്സിൽ സ്റ്റോർ ചെയ്തു, എന്നിട്ട് സെർച്ച് ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട് വിത്ത് പാരാമീറ്റർ എസ്, ബ്രേക്ക്. പിന്നെ കേസ് 5 എക്സിറ്റ് ആണ്. അപ്പോൾ 5 പ്രസ് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആയി പോകണം, എക്സിറ്റ് ഓഫ് 0 കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക്. പിന്നെ ഈ ഒരു 5 ഓപ്ഷനല്ല പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോഗ്രാം. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം.
റൺ ചെയ്യുമ്പോൾ എനിക്ക് 1 ഡോട്ട് ഇൻസേർഷൻ, 2 ഡോട്ട് ഡെലീഷൻ, 3 ഡിസ്പ്ലേ, 4 സെർച്ച്, 5 എക്സിറ്റ് ഉണ്ട്. ആദ്യം തന്നെ ഡെലീഷൻ കൊടുത്ത് നോക്കാം. 2 കൊടുക്കുമ്പോൾ വേർ യു വാണ്ട് ടു ഡിലീറ്റ്, 1 കൊടുത്തു, ലിസ്റ്റ് എം ടി എന്ന് എനിക്ക് മെസ്സേജ് പ്രിൻ്റായി. അതേപോലെ ഡിസ്പ്ലേ കൊടുക്കാം. 3 കൊടുക്കുമ്പോഴും ലിസ്റ്റ് എം ടി. 4 കൊടുക്കാം. 4 സെർച്ച് ആണ്. 4 കൊടുക്കുമ്പോൾ എൻ്റർ ദ എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ. 3 കൊടുത്തു, ലിസ്റ്റ് എം ടി എന്ന് പറഞ്ഞു. ഇനി ഇൻസേർട്ട് ചെയ്യാം. 1 ഇൻസേർട്ട് ചെയ്യുമ്പോൾ എൻ്റർ ദ ഡേറ്റ ടു ബി ഇൻസേർട്ടഡ് 7 വേർ യു വാണ്ട് ടു ഇൻസേർട്ട് 1. അപ്പോൾ ഇൻസേർട്ടായി. അത് വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. 7 ഉണ്ട്. പിന്നെ വീണ്ടും 1 എൻ്റർ ദ ഡേറ്റ ടു ബി ഇൻസേർട്ടഡ് 9 എൻ്റർ ദ പൊസിഷൻ 1 ബിഗിനിങ്. അപ്പോൾ ഇനി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഞാൻ 9 ഇൻസേർട്ട് ചെയ്യുന്നതാണ് ആദ്യം എനിക്ക് ഡിസ്പ്ലേ ആയി വരേണ്ടത്. 3 9 7 9 ബിഗിനിങ്ങിൽ ഇൻസേർട്ടായി. ഇനി എൻഡിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസേർഷൻ എൻ്റർ ദ ഡേറ്റ 4 വേർ യു വാണ്ട് ടു ഇൻസേർട്ട് എൻഡ്. അപ്പോൾ 3 കൊടുക്കാം. അപ്പോൾ ഡിസ്പ്ലേ 3 കൊടുത്ത് നോക്കുമ്പോൾ 9 7 4 ഈ 4 എൻഡിൽ എനിക്ക് ഇൻസേർട്ടായി. ഇനി അറ്റ് എനി പൊസിഷൻ കൊടുത്ത് നോക്കാം. ഇൻസേർഷൻ 1 എൻ്റർ ദ ഡേറ്റ 1 വേർ യു വാണ്ട് ടു ഇൻസേർട്ട് അറ്റ് എനി പൊസിഷൻ. സോ 2 എൻ്റർ ദ പൊസിഷൻ ടു ഇൻസേർട്ട്. പൊസിഷൻ ഞാൻ 3 ആണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ 1 എനിക്ക് തേർഡ് പൊസിഷനിൽ ഇൻസേർട്ടായി കിട്ടി. ഇനി ഡെലീഷൻ നോക്കാം. ഫസ്റ്റ് ഡെലീഷൻ ഫ്രം ബിഗിനിങ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. 714 ആണ് ഔട്ട്പുട്ടിൽ വരേണ്ടത്. ഔട്ട്പുട്ട് വന്നു. ഇനി 2 ഡെലീഷൻ അറ്റ് എനി പൊസിഷൻ കൊടുക്കാം. സെക്കൻഡ് പൊസിഷൻ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ 74 ആണ് എനിക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത്. 74 വന്നു. ഇനി ഡെലീഷൻ ഫ്രം എൻഡ് കൊടുക്കാം. എൻഡ് കൊടുക്കുമ്പോൾ അടുത്ത ഔട്ട്പുട്ടിൽ എനിക്ക് 7 മാത്രമാണ് വരേണ്ടത്. 7 ഓക്കെ ഡൺ. ഇനി സെർച്ച് മാത്രമാണുള്ളത് 4 എൻ്റർ ദ എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ 7 ഫൗണ്ടഡ് പൊസിഷൻ 1. പിന്നെ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കുന്നു. 2 കൊടുക്കാം. സെർച്ചിങ് എലമെൻറ്റ് 2 കൊടുക്കാം. 2 കൊടുക്കുമ്പോൾ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എക്സിറ്റ് കൊടുക്കുമ്പോൾ എക്സിറ്റ് ആയി പോകും. 5 പ്രോസസ് ഫിനിഷ്ഡ്. ഇത്രയേ ഉള്ളൂ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ പ്രോഗ്രാം.